മേടക്കുറുകാർക്ക് ഇതൊരു സാധാരണ വർഷമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണവും ഏറ്റവും വലിയ ഭാഗ്യവും ഒരേ സമയം സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വർഷമാണിത്. കാരണം ഒരു വശത്ത് ഏഴര ശനി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ മറുവശത്ത് വ്യാഴവും രാഹുവും അനുകൂല ഫലങ്ങൾ നൽകാൻ കാത്തു നിൽക്കുകയാണ്. മേടക്കുറുകാർക്ക് ഇപ്പോൾ ഏഴര ശനിയുടെ ആദ്യഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഴര ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. കാരണം ഈ കാലയളവിൽ ശനിയുടെ സഞ്ചാരം മൂലം അനാവശ്യ ചെലവുകൾ അധികരിക്കും. പലർക്കും ഉറക്കക്കുറവ്, ഉറക്കത്തിനിടയിൽ ഞെട്ടി എഴുന്നേൽക്കുക, ഇതുപോലെയുള്ള പല കാര്യങ്ങളും അനുഭവപ്പെടും. മാനസിക സമ്മർദ്ദം അധികരിക്കും. കാൽപാദങ്ങളിൽ വേദന, മസിൽ പെയിൻ, ടയർഡ്നെസ് എന്നിവ ഉണ്ടാകും. ഏഴര ശനി മൂലം ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും വരുമെങ്കിലും മിഥുനത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മാർച്ച് 11 വക്രനിവൃത്തിയാകുന്നതോടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാറാൻ തുടങ്ങും. മാത്രമല്ല ജൂൺ മാസം 2-ാം തീയതി കർക്കിടകത്തിലേക്കുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടുകൂടി മേടക്കുറുകാർക്ക് സാമ്പത്തികപരമായി അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ്. ജനുവരി മുതൽ മാർച്ച് 10 വരെയുള്ള കാലയളവിൽ വക്രഗതിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സഹോദരങ്ങളുമായി ചെറിയ പിണക്കങ്ങളും പഠനത്തിൽ തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. കുറച്ചധികം ക്ഷമ ആവശ്യമുള്ള സമയമാണിത്. മാർച്ച് 11 മുതൽ ജൂൺ 1-ാം തീയതി വരെ മാറ്റത്തിന്റെ സമയമാണ്. സോഷ്യൽ മീഡിയ, എഴുത്ത്, വ്ളോഗിംഗ് എന്നിവ ചെയ്യുന്നവർക്ക് റീച്ച് കൂടുന്ന സമയമാണിത്. ജൂൺ 2-ന് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ പലർക്കും സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിൽ വരും. പുതിയ വാഹനം വാങ്ങാനും യോഗമുണ്ടാകും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വ്യാഴം ചന്ദ്രൻ്റെ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ ഫീലിംഗ്സ് ഒക്കെ പോയി മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം തിരികെ വരും. മനസ്സ് ശാന്തമാകും. രാഹു 11-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനം വന്നു ചേരും. ചിലർക്ക് ലോട്ടറി അടിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണിത്. പക്ഷേ 5-ലെ കേതു കാരണം പ്രണയകാര്യങ്ങളിൽ ചെറിയ തിരിച്ചടികൾ വരാം. ഇനി കരിയറിനെ പറ്റി നോക്കാം. ജനുവരി മുതൽ മാർച്ച് വരെ ഓഫീസിൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടാകും. സഹപ്രവർത്തകർ പാരവയ്ക്കുന്നതായി തോന്നും. പുതിയ ജോലി കിട്ടാതെ എടുത്തുചാടി ഉള്ള ജോലി രാജിവെക്കരുത്. ജൂൺ 2-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സമയം തെളിയുന്നതാണ്. പ്രൊമോഷൻ, ശമ്പള വർധനവ്, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ ലഭിക്കും. സാമ്പത്തികപരമായി നോക്കിയാൽ 11-ലെ രാഹു പണം കൊണ്ടുവരികയും 12-ലെ ശനി അത് ചെലവാക്കുകയും ചെയ്യും. ഇതാണ് പൊതുവെയുള്ള അവസ്ഥ. ജൂൺ 2-ന് ശേഷം റിയൽ എസ്റ്റേറ്റ്, സ്വർണം, മ്യൂച്വൽ ഫണ്ട് എന്നിവയിൽ നിക്ഷേപം നടത്തുന്നത് നല്ലതാണ്. എന്നാൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഷെയർ മാർക്കറ്റിൽ വലിയ റിസ്ക് എടുക്കരുത്. ക്രിപ്റ്റോ കറൻസി പോലുള്ളവയിൽ ജാഗ്രത പാലിക്കുക. വർഷം തുടങ്ങുമ്പോൾ കുടുംബത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും. ജൂൺ മാസത്തിന് ശേഷം പ്രശ്നങ്ങളെല്ലാം മാറി തുടങ്ങും. പക്ഷേ പ്രണയിക്കുന്നവർക്ക് ഒക്ടോബർ മുതൽ നവംബർ പകുതി വരെ മോശം സമയമാണ്. ചെറിയൊരു വാക്കുതർക്കം പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ 2026-ൽ സെൽഫ് കെയർ നിർബന്ധമാണ്. മുട്ടുവേദന, ഗ്യാസ് ട്രബിൾ, ഉറക്കമില്ലായ്മ എന്നിവയെ അവഗണിക്കരുത്. ജൂൺ മാസത്തിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വശത്ത് ഏഴര ശനി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ മറുവശത്ത് വ്യാഴവും രാഹുവും അനുകൂല ഫലങ്ങൾ നൽകി സന്തോഷകരമായ ജീവിതം നയിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.